2008 ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് സീരീസ്. അന്ന് ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. 4 ടെസ്റ്റുകളുള്ള സീരീസിലെ അവസാന ടെസ്റ്റിലെ അവസാന സെഷൻ ആയപ്പോൾ ധോണി ടീമിലെ ഒരു പ്ലെയറെ തോളിക്കൈയിട്ട് പറഞ്ഞു, ഭായ്, ഈ അവസാന സെഷൻ താങ്കൾ ക്യാപ്റ്റൻസി ഏറ്റെടുക്കണം. പിന്നീട് ക്രിക്കറ്റ് ആരാധകർ കണ്ടത് ധോണി ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറി നിൽക്കുന്നു. ധോണി പറഞ്ഞ ആ പ്ലെയർ ഫീൽഡിംഗ് സെറ്റ് ചെയ്യുന്നു, ബോളറെ ചൂസ് ചെയ്യുന്നു, ക്യാപ്റ്റൻസി മൊത്തമായി ഏറ്റെടുക്കുന്നു. ക്രിക്കറ്റിലെ ഒരു അപൂർവ നിമിഷങ്ങൾക്കായിരുന്നു അന്ന് നാഗ്പൂർ സ്റ്റേഡിയം സാക്ഷിയായത്. ധോണി എന്ന് ചെയ്തൊരു ട്രിബ്യൂട്ടായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ യുവത്വത്തിന്റെ വേരോട്ടം കൊണ്ടുവന്ന, വാശിയോടെയും അഗ്രഷനിലൂടെയും ടീമിനെ വിജയിപ്പിച്ച ദ റിയൽ ഓജി, ഇന്ത്യൻ ടീമിലെ ദാദ സൗരവ് ഗാംഗുലി. 2008 ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നതിന് മുന്നേ ഗാംഗുലി ഇത് തന്റെ അവസാന മത്സരമായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗാംഗുലി തന്റെ ടെസ്റ്റ് കരിയർ തുടങ്ങുന്നത് തന്നെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചുകൊണ്ടായിരുന്നു. വീരേന്ദ്ര സേവാഗ്, മഹേന്ദ്ര സിംഗ് ധോണി, യുവരാജ് സിംഗ് ഇതുപോലുള്ള മികച്ച പ്ലെയേഴ്സിനെ ഇന്ത്യൻ ടീമിൽ എത്തിച്ച് ഇന്ത്യൻ ടീമിന് പുതിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ക്യാപ്റ്റനായിരുന്നു സൗരവ് ഗാംഗുലി. ധോണി ഇന്ത്യൻ ടീമിൽ എത്തുമ്പോൾ അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയാണ്. ധോണി തന്റെ ക്യാപ്റ്റന്, ഇന്ത്യൻ ടീമിന്റെ ദാതയ്ക്ക് അയാളുടെ കരിയറിലെ അവസാന നിമിഷങ്ങൾ ഒരു ക്യാപ്റ്റനായി തന്നെ അവസാനിപ്പിക്കുന്നതിനുള്ള അവസരമായിരുന്നു അന്ന് നാഗ്പൂരിൽ ഒരുക്കിയത്. എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെയും മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് നാഗ്പൂരിൽ നടന്നത്. യുവരാജ് സിംഗിനും വീരേന്ദ്ര സേവാഗിനും ഗൗതം ഗംഭീറിനും ഒരു വിരമിക്കൽ മത്സരം പോലും കിട്ടാത്തതിന് കാരണം ധോണിയാണെന്ന് പറയുന്നവർ മറന്നു പോകുന്ന ഒരു സംഭവമാണ്. ധോണിയും തന്റെ കരിയർ അവസാനിപ്പിച്ചത് ഒരു വിരമിക്കൽ മത്സരത്തിലൂടെ ആയിരുന്നില്ല എന്നുകൂടെ ഓർക്കണം. ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ ഒരു പോസ്റ്റിലൂടെ ആയിരുന്നു തന്റെ വിരമിക്കൽ അറിയിച്ചത്.